ഹായ് ഓൾ വെൽക്കം ടു അനദർ വീഡിയോ അനദർ സെഷൻ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു PYQ ആണ്. ബഡ്ജറ്റിങ്ങിൽ ജൂൺ 24 വന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികൾ മോസ്റ്റ്ലി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സുകളിൽ ആഫ്റ്റർ ദാറ്റ് അറ്റംപ്റ്റ് എല്ലാ ക്ലാസ് ബാച്ചിലും ഒരു 4-5 ബാച്ച് എടുത്തിട്ടുണ്ട്. എല്ലാ ബാച്ചിലും നമ്മൾ ഓഫ്ലൈനിൽ ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഓൺലൈൻ ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നു, അത് ഒന്നും കൂടി നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടി റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അഗെയിൻ അപ്പോൾ നമുക്ക് ചെയ്യാം, അതൊന്ന് നോക്കാം. എന്തൊക്കെ ഇൻഫർമേഷനാണ് വി ഹാവ് ഹിയർ നമുക്ക് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ബേസിക്സ്. ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം ക്വസ്റ്റ്യൻ ഈസ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എന്താ ബിഗ് ക്വസ്റ്റ്യൻ, നല്ല വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എല്ലാത്തിനെയും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആൻസറിങ് ഈസ് വെരി ഈസിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള എന്താണ് അതിൽ ഉദ്ദേശിക്കുന്ന വേർഷൻ എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ അല്ലേ? നമ്മളത് റീഡിങ് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ആൻസറിങ് സോ സിമ്പിളായിട്ട് പോകാൻ പറ്റും. നമുക്ക് മൂവ് ചെയ്താലോ? യെസ് സാർ. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്ന ഡാറ്റ മെസ്സേഴ്സ് ലാൽകമൽ ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. മെസ്സേഴ്സ് ലാൽകമൽ ലിമിറ്റഡ് മാനുഫാക്ചർ 2 products X and Y and sell their products through East and Northeast division. 2 ഡിവിഷനിലൂടെയാണ് സെല് ചെയ്യുന്നത്. ബഡ്ജറ്റഡ് സെയിൽസ് യൂണിറ്റ്സ് ഫ്രം ജാനുവരി ടു ജൂൺ അവർ തന്നിട്ടുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അവരുള്ള യൂണിറ്റ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് 2 പ്രൊഡക്റ്റാണ് അവർ വിൽക്കുന്നത്. 2 ഡിവിഷനിലൂടെയാണ് വിൽക്കുന്നത്. അതിൻ്റെ ബഡ്ജറ്റഡ് സെയിൽ എക്സ്പെക്ട് ചെയ്തത് അവർ ഇപ്പോൾ തന്നെ തന്നിട്ടുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും എല്ലാ ഡിവിഷനിലും. ഓക്കെ അല്ലേ? അതിൽ വേറെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോയാലോ? പോവാം. എങ്ങനെ? അഡീഷണൽ ഇൻഫർമേഷൻ. എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ? ഫസ്റ്റ്, ദ സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ₹100. കറണ്ട് പ്രൈസ് എത്രയാണ്? 100 രൂപയാണ്. പ്രൊഡക്റ്റ് വൈ ഈ 75 ആണ്. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കറന്റ്ലി ഉള്ള പ്രൈസ്. The company has conducted market survey and from the study it reveals that product X is overpriced by 5. 5 രൂപ overpriced ആ. X 5 രൂപ overpriced ആണെങ്കിൽ നമ്മൾ പ്രൈസ് കൂട്ടി വിറ്റാൽ മാർക്കറ്റിൽ നമുക്ക് സെയിൽ കിട്ടുമോ? ഇല്ല സാറേ. എന്ത് ചെയ്യണം? പ്രൈസ് കുറക്കണം. എത്ര രൂപ? 5 രൂപ. അപ്പോൾ 100 5 പോയാൽ 95. യെസ്. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് X ഈസ് ഓവർ പ്രൈസ്ഡ് ആണ് എങ്കിൽ പ്രൊഡക്റ്റ് Y ഈസ് എന്താണ്? അണ്ടർ പ്രൈസ്ഡ് ആണ്. പ്രൊഡക്റ്റ് വൈ എന്താണ്? അണ്ടർ പ്രൈസ്ഡ് ആണ്. എത്ര രൂപ അണ്ടർ പ്രൈസ്ഡ്? ₹10 per unit. എത്ര രൂപ? 10 per unit. അപ്പൊ അണ്ടർ പ്രൈസ്ഡ് ആയ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ? അതിനെ ആഡ് ചെയ്ത് കൊടുക്കണം. എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 10 രൂപ ആഡ് ചെയ്യണം. അപ്പൊ എത്ര ഉണ്ടാവും? ₹85. ഓക്കെ അല്ലേ? അപ്പൊ എക്സ്പെക്റ്റഡ് പ്രൈസ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഇത് രണ്ടും എന്തിനാ? ചേഞ്ച് ചെയ്യണം. ഇതിന് അപ്രൂവൽ ആരത് കിട്ടണം? മാനേജ്മെന്റ് കിട്ടണം. കിട്ടുന്നുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. വായിച്ചു നോക്കാം. എന്താ? കൺസിഡറിംഗ് ദ മാർക്കറ്റ് സ്റ്റഡി, മാർക്കറ്റിംഗ് ഡിവിഷൻ ഓഫ് ദ കമ്പനി ഹാസ് പ്രപ്പോസ്ഡ് എ പ്രൈസ് ചേഞ്ച് ആൻഡ് ദ മാനേജ്മെന്റ് കമ്പനി ഹാസ് അപ്രൂവ്ഡ്. അപ്പൊ എന്ത് ചെയ്തു? പ്രൈസ് ചേഞ്ച് ആയി. പ്രൈസ് ചേഞ്ച് ആയ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ഉണ്ടാക്കിയ ബഡ്ജറ്റ് പഴയ പ്രൈസിൽ ചെയ്തതല്ലേ? പുതിയ പ്രൈസിനനുസരിച്ചുള്ള ബഡ്ജറ്റ് കാണണം. അപ്പോൾ എന്ത് ചെയ്യുക? പുതിയ പ്രൈസിനനുസരിച്ച് അവിടെ യൂണിറ്റ്സ് ചേഞ്ച് ആവും. കാരണം ആ പ്രൈസ് ആൻഡ് ഡിമാൻഡ് റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു റിലേഷനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പ്രൈസിനനുസരിച്ച് എന്തുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. അവരെന്ത് ചെയ്യുക? ചേഞ്ച് വരുന്ന അവരെന്നെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും നമ്മൾ ആലോചിച്ച് നോക്കണ്ട. അവർ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കുക, അക്സെപ്റ്റ് ചെയ്യുക, പോവുക. ഓക്കെ, നോക്കാം. എന്താണ്? പ്രൊഡക്റ്റ് X 5%, 10% ഈസ്റ്റ് ആൻഡ് നോർത്ത് ഡിവിഷനിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. Y 10%, 6% എവിടെ? ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻഫർമേഷനിൽ നമുക്ക് കിട്ടിയത്. ആ ഇൻഫർമേഷൻ ഞാൻ സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട് ഫോർ യു. നമ്മൾ എന്താ സെയിൽസ് ഡാറ്റയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്താ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 100ഉം 75 ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ ₹5 കൂടുതലും കുറവാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്തു? അത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ഈ രീതിയിലുള്ള റിസൾട്ട് കിട്ടി. ഇത്രയാണ് ഫസ്റ്റ് പോയിന്റ്. സമ്മറൈസ്ഡ് ചെറുതാക്കിയപ്പോൾ എന്ത് എളുപ്പമല്ല ഇതിങ്ങനെ കാണുമ്പോൾ. അവിടെ ഇങ്ങനെ 1,000 ഡാറ്റകൾ. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. കണ്ട ഡാറ്റയൊക്കെ നമുക്ക് വേണോ? വേണ്ടാത്തത് ഒഴിവാക്കുക. നമുക്കുള്ള ഡാറ്റ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായി? നമുക്ക് ആ ഒരു ഫസ്റ്റ് പോയിന്റ് ക്ലാരിറ്റി കിട്ടി. വാട്ട് നെക്സ്റ്റ് സാർ? രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? ദ കമ്പനി സെൽസ് 20% of its products in cash. What is that? Cash sales. അപ്പോൾ ബാക്കി 100%-ൽ 20% പോയാൽ ബാക്കി 80% എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ്. അത് നിങ്ങൾക്ക് അറിയാം. എന്നാലും അവർ തെറ്റിക്കാതിരിക്കാൻ പറഞ്ഞു തരുന്നുണ്ട്. റിമൈനിങ് 80% ആണ് ക്രെഡിറ്റ് ബേസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടല്ലോ, ഈ ക്രെഡിറ്റ് സെയിൽസിൽ അവരെങ്ങനെയാണ് അതിൻ്റെ കളക്ഷൻ നടക്കുന്നത് എന്നർത്ഥം പറയുന്നുണ്ട്. നോക്കാം.
30% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ആർ കളക്റ്റഡ് ഇൻ ദ സെയിം മന്ത്. അതേ മാസത്തിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? 30% ഓഫ് ആരടാ ക്രെഡിറ്റ് സെയിൽ ടോട്ടൽ സെയിൽമ പോയിട്ട് ചെയ്യരുത്. ഇടയ്ക്ക് പറയുന്നതാണ്. ക്ലാസ്സിൽ എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ കൊണ്ടുപോയിട്ട് ടോട്ടൽ സെയിൽസിന് പോയി കാണും. ഓക്കെ, മാറിപ്പോലെ. അപ്പോൾ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സെയിൽസിൻ്റെ മുകളിലാണ് അത് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ക്രെഡിറ്റ് സെയിൽസിൽ 30% എന്ത് ചെയ്തു? നമ്മൾ സെയിം മന്തിൽ കൊടുത്തു. ബാലൻസ് 65% റിയലൈസറി നെക്സ്റ്റ് മന്ത്. ബാക്കി 65% എന്താ അടുത്ത മാസമാണ് കിട്ടുക. അപ്പോൾ 30 + 65 95% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് തീർന്നു. ഓക്കെ, ഇനി ഒരു 5% ഉണ്ടല്ലോ, അത് സാധാരണ എന്താവാറ്? ബാഡ് ഡെപ്റ്റ് ആവാറ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്തതായിട്ട് ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റത്തെ കളക്ഷൻ ടേംസ് അവർ പറയുന്നത് നോക്കാം. അതിൽ 20% ഓൺ ക്യാഷ് സെയിൽസ് ആണ്, 80% ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഈ 80% ക്രെഡിറ്റ് സെയിൽസിലെ 30% സെയിം മന്തിൽ കളക്ട് ചെയ്യും. ബാക്കി 65% തൊട്ടടുത്ത മന്തിൽ കളക്ട് ചെയ്യും. ബാക്കി 5% ബാഡ് ഡെപ്റ്റ് ആവും. ഇതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. പോയിന്റ് നമ്പർ 2 ഈസ് കംപ്ലീറ്റ്. വാട്ട് ഈസ് പോയിന്റ് നമ്പർ 3? ഇനി considering risk of bad debt, the company planning to enter into a factoring agreement. FM-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫാക്ടറിങ്. എന്താ ഫാക്ടറിങ് നമ്മൾ പറയുന്നുണ്ടല്ലേ അല്ലേ? അതായത് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ ആർക്കെങ്കിലും എന്ത് ചെയ്യുക? ഒരു കാശ് കടം തന്നെന്ന് വിചാരിക്കുക. അത് തിരിച്ച് ഞാൻ ചോദിക്കുന്നു. ഞാൻ പാവം മനുഷ്യൻ, ഞാൻ എന്ത് ചെയ്യും? ചെറിയ ഇന്നസെന്റ് ഫേസും വെച്ച് നിങ്ങളോട് പോയിട്ട് ചോദിക്കുകയാണ് പൈസ തിരിച്ചു തരാറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നോട് മുഷ്ടി ചുരുട്ടിയിട്ട് പൊടാ അവിടെ നിന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ക്ലാസ്സിലെ ഗുണ്ടയെ ഏൽപ്പിക്കും അല്ലേ? നമ്മളെ ക്ലാസ്സിലെ ഗുണ്ടയെ ഏൽപ്പിക്കും, ആരോമലിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കും. എന്ത് ഏൽപ്പിക്കും? നമ്മൾ എൻ്റെ വർക്ക് അങ്ങോട്ട് ഏൽപ്പിക്കും. അവനാണ്ട് പറഞ്ഞേക്കും. അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാശ് എനിക്ക് തരും. അപ്പോൾ ഡോൺ വന്നാൽ കാശ് എനിക്ക് കിട്ടും. അതേപോലെ ഫാക്ടറിങ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഡോണിന് അതിന് ഒരു കമ്മീഷൻ കൊടുക്കണം. ഈ ഡോണിനെയാണ് നമ്മൾ വിളിക്കുന്ന ഫാക്ടർ എന്ന് വിളിക്കുക. ആ സാധനമാണ് അവർ ചെയ്യുന്ന വർക്കാണ് ഫാക്ടറിങ് അല്ലേ? അവരെന്താ ചെയ്യുന്നത്? എനിക്ക് വേണ്ടി ഡെപ്റ്റ് കളക്ട് ചെയ്തിരും. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണ്. ആരാണ് ഇവിടെ ഫാക്ടർ? മെസേഴ്സ് PVK ലിമിറ്റഡ്. നമ്മളെ ഗുണ്ടയാരാ? മെസേഴ്സ് PVK ലിമിറ്റഡ്. അവരെന്ത് ചെയ്യുക? സെയിൽ മെയ്ഡ് എന്ന് മുതലാണ് അഗ്രിമെന്റ് വരുന്നത്? വിത്ത് ഇഫക്ട് ഫ്രം ജൂൺ 2024. അപ്പോൾ ജൂണിന് ശേഷം ഇപ്പൊ പറഞ്ഞ രീതിയിലാണ് കളക്ഷൻ നടക്കുക. ജൂണിന് ശേഷം മുതലുള്ള ഡെപ്റ്റുകൾ അവരെന്ത് ചെയ്യും? നോക്കിക്കോളും. ആസ് എ റിസൾട്ട് ഓഫ് എൻറ്റയർ ക്രെഡിറ്റ് സെയിൽസ് റിയലൈസ്ഡ് സെയിം മന്ത്. ഇവർ ചെന്നപ്പോൾ എന്ത് ചെയ്യും? ഒരു മാസത്തിനുള്ളിൽ ഫുള്ള് കളക്ഷൻ കിട്ടി. നോ ബാഡ് ഡെപ്റ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡ്. മെസേഴ്സ് PVK ലിമിറ്റഡ് ചാർജസ് എത്ര ശതമാനമാണ്? 2% ഫാക്ടറിങ് കമ്മീഷൻ. അവർ നമ്മളേക്ക് 2% കമ്മീഷൻ വാങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഹാപ്പി. മുമ്പ് 5% നമുക്ക് നഷ്ടപ്പെട്ട് 2% ഉള്ളൂ. ദെർഫോർ സ്റ്റിൽ നമുക്ക് 3% ലാഭമുണ്ട്. ഓക്കെ സാർ, അപ്പോൾ എന്താ ഹാപ്പിനെസ്, പിന്നെ നേരത്തെ സാധനം കിട്ടും. ഓക്കെ സെറ്റ്. ഈ ഒരു സംഭവമാണ് അടുത്ത ഫാക്ടറിങ് അഗ്രിമെന്റ്. അത് പിന്നെ സമ്മറൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ഈ പറഞ്ഞ സംഭവം തന്നെ ഇതിൽ മനസ്സിലാക്കുക. ഫാക്ടറിങ് അഗ്രിമെന്റ് എഫക്റ്റീവ് ഫ്രം ജൂൺ 2024. എൻറ്റയർ ക്രെഡിറ്റ് സെയിൽ റിയലൈസ്ഡ് സെയിം മന്ത്. അപ്പോൾ ജൂണിലുള്ള കളക്ഷൻ ആ മാസം തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, ഫാക്ടറിങ് കോസ്റ്റ് എത്ര? 2% കമ്മീഷൻ PVK ലിമിറ്റഡിന് നമ്മൾ കൊടുക്കണം. ആ ഒരു എമൗണ്ട് എക്സ്ട്രാ ആയിട്ട് കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. ആ കോസ്റ്റ് ഈസ് എ പേയ്മെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് പേയ്മെന്റിൽ കാണിക്കണം. ഓക്കെ സാർ, വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. PV റേഷ്യോ ഓഫ് ദ കമ്പനി 40%. അങ്ങനെയാണെങ്കിൽ ബാക്കി 60% എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ബേസിക്സ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് അല്ലേ? യെസ്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ സാർ, അത് ഞങ്ങൾക്കറിയാം വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. അടുത്ത പോയിന്റ് എന്താ? 60% ഓഫ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അത് പെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 month ലാഗാണ്. ഈ മാസത്തെ കാശ് അടുത്ത മാസം കൊടുക്കും, അടുത്ത മാസത്തെ കാശ് പിറ്റത്തെ മാസം കൊടുക്കും. ആ രീതിയിലാണ് പോകുന്നത്. യെസ്. ഇനി എന്താ? 30% ഓഫ് വേരിയബിൾ കോസ്റ്റ് ആർ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇതിൽ വേരിയബിൾ കോസ്റ്റിൻ്റെ 60 ഡയറക്റ്റ് മെറ്റീരിയൽ ബാക്കി 30% ഒരു 30% ഡയറക്റ്റ് ലേബർ. അപ്പോൾ 30, 60, 90% ആയില്ലേ? വിച്ച് ഈസ് പെയ്ഡ് വിത്തിൻ 7th ഓഫ് സബ്സിക്വൻറ്റ് മന്ത്. ഏത് മാസമാണോ നമ്മൾ വർക്ക് ചെയ്തത് അടുത്ത മാസം 7th നമുക്ക് കിട്ടും. അതിന് അർത്ഥം എന്താ? ഒരു മാസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ എല്ലാ മാസം 7th കിട്ടുന്നു. നിങ്ങളുടെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ 7th ജാനുവരി കഴിഞ്ഞാൽ പിന്നെ 7th ഫെബ്രുവരി ആയിരിക്കും, പിന്നെ 7th മാർച്ച് ആയിരിക്കും. ഇങ്ങനെ ഓരോ മാസം കഴിഞ്ഞിട്ടല്ലേ ഡിലേ വരുന്നത്. വാട്ട് ഈസ് ദ ടൈം ലാഗ് ഓഫ് ഈച്ച് പേയ്മെൻറ്റ്? ഇവിടെ കാണുന്നില്ലല്ലേ? ടൈം ലാഗ് ഓഫ് ഈച്ച് പേയ്മെൻറ്റ് എല്ലാ മാസത്തിൻ്റെ 7th കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസത്തിൻ്റെ 7th. അപ്പോൾ ഡിലേ എത്ര? 1 month ഡിലേ തന്നെ, സെയിം അർത്ഥം തന്നെ. പക്ഷെ നമ്മൾ 7th കൊടുക്കുമ്പോൾ 1/7 എടുക്കണോ, അത് എടുക്കണോ, ഇത് എടുക്കണോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ
തെറ്റിക്കാൻ ശ്രമിക്കും. നമ്മൾ കുട്ടികൾ തെറ്റിക്കൂല കേട്ടോ. നമ്മളെ ക്ലാസ് കേട്ട കുട്ടികൾ തെറ്റിക്കാൻ പാടില്ല. ദർഫോർ എന്ത് ചെയ്യാൻ നമുക്കറിയാം, ഇതെന്താണ് സബ്സിക്വൻറ്റ് മന്തിൽ എല്ലാ മന്തിലും പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു മാസം പേ എടുത്താൽ പിന്നെ അടുത്ത മാസം പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പേയ്മെൻറ്റ് അടുത്ത പേയ്മെൻറ്റ് നമ്മളെ ലാഗ് എത്ര 1 മന്ത്. അപ്പോൾ ഒരു മാസത്തെ പേയ്മെൻറ്റാണ് നമുക്ക് അടുത്ത മാസം കിട്ടുന്നത് അല്ലേടാ. യെസ്, ഗുഡ്. Okay. What next? Remaining variable cost and variable overhead. Remaining variable cost are remaining variable cost are variable overhead. Okay. ബാക്കി 10% ഫുള്ള് വേരിയബിൾ ഓവറാണ്. ഇനി അതെങ്ങനെ 50% വേരിയബിൾ ഓവർ പെയ്ഡ് ഇൻ ദ സെയിം മന്ത്, ബാലൻസ് ഇൻ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഹാഫ് മന്ത് ഡിലേ. ഈ 50% ആ മാസം തന്നെ കിട്ടും, ബാക്കി ഹാഫ് പേയ്മെൻറ്റ് അടുത്ത മാസം കിട്ടും. അപ്പോൾ ഹാഫ് മന്ത് ഡിലേ ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയും, നിങ്ങൾക്ക് അറിയാം. പകുതി കൊടുക്കാൻ ഇപ്പം ജനുവരിയിലാണ് ഇപ്പം നമ്മളിപ്പോൾ ഏപ്രിൽ മുതലാണ് ചെയ്യുന്നത് വിചാരിക്കുക. ഏപ്രിൽ നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തെ എന്ത് കൊടുക്കും, പകുതി കൊടുക്കും. മാർച്ചിൽ നിന്ന് ഒരു പകുതി വരും. ഇത് രണ്ടും കൂടി കൂട്ടിയത് എന്ത് കൊടുക്കുക, ഏപ്രിൽ കൊടുക്കുക. അതറിയാലോ. യെസ് ഓർ നോ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താ, ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദ കമ്പനി ഫോർ ഹോൾ ഇയർ ബഡ്ജറ്റഡ് എത്രയാണ്, 50 ലാഖാണ്. കമ്പനിയുടെ മൊത്തം എമൗണ്ട് 50 ലക്ഷമാണ്. ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ 2 ലക്ഷം ഒരു വർഷത്തിൻ്റെ. അതാകുമ്പോൾ 48 ലക്ഷം എന്തായിരിക്കും നമുക്ക് ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദി മന്ത്സ്. കോസ്റ്റ് ഇൻകേർഡ് ആർ പെയ്ഡ് ഇൻ ദ സെയിം മന്ത്സ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത്? എല്ലാ മാസവും ഈക്വലായിട്ട്. ഈ 48/12 മാസമല്ലേ ഉള്ളത്, ഡിവൈഡ് ചെയ്ത് നോക്ക് എത്ര കിട്ടും, 4 ലക്ഷം. അതെങ്ങനെ കൊടുക്കുന്നത്, കോസ്റ്റ് ആർ ഇൻകേർഡ് ആൻഡ് പെയ്ഡ് ഇൻ ദ സെയിം മന്ത് എന്നാണ് ഇൻകർ ചെയ്യുന്നത് അന്ന് തന്നെ പേയ്മെൻറ്റ്. അപ്പോൾ ജനുവരിത്തെ പൈസ ജനുവരി തന്നെ, ഫെബ്രുവരി. അപ്പോൾ നോ ഡിലേ, നോ ലാഗ്. അപ്പോൾ അതാണ്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്താ 2,70,000, 2,70,000. ചോദ്യം എന്ത് മാത്രമാണ്, പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫോർ മന്ത് ഓഫ് ജൂൺ 2024 എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒന്നും കൂടി സമ്മറൈസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ഓർമ്മയിൽ വരണം. ശ്രദ്ധിക്കുക, പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, PV റേഷ്യോ 40%. ഓക്കെ അല്ലേ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ അതിൻ്റെ 60% കേട്ടോ. അതിന് പറഞ്ഞില്ലാണ്ട് വേണ്ട. ആ 60%ൻ്റെ ആ വേരിയബിൾ കോസ്റ്റിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. അതിൽ 60% എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയലാണ്, 1 മന്ത് ലാഗിൽ പേ ചെയ്യും. 30% ഡയറക്റ്റ് ലേബർ എന്താണ്, 7th of നെക്സ്റ്റ് മന്ത്, സെയിം 1 മന്ത് ലാഗ് തന്നെയാണ്. 10% ആണ് വേരിയബിൾ ഓവർഹെഡ് ഉണ്ടാവുക. അതിൽ 50% സെയിം മന്ത്, 50% നെക്സ്റ്റ് മന്ത്. അപ്പോൾ എന്ത് ചെയ്യുക, മാർച്ചിൽ പകുതിയും ഏപ്രിൽ പകുതിയും കൊടുക്കും. മാർച്ചിലെ പകുതിയും കൊടുക്കേണ്ടി വരും, നമ്മൾ ഏപ്രിലെ പകുതിയും കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ലേ പോവുക. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ തന്നെ എഴുതി വെച്ചാൽ അതെത്രയാണ്, 50 ലക്ഷം. അതിൽ ഡിപ്രീസിയേഷൻ ഒഴിവാക്കുന്നു. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക ഒരു മാസം എന്താണ് 4 ലക്ഷം രൂപയാണ്. ഇതുവരെ പ്രശ്നമുണ്ടോ, ഇല്ല. ഇനി ഓപ്പണിംഗ് ബാലൻസ് അവർ തരുന്നുണ്ട്. എത്രയാണ്, 2,70,000 ഓൺ ഏപ്രിൽ. കാരണം ഏപ്രിൽ തരാൻ കാരണം എന്താ, നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ ജൂൺ എൻഡ് ചെയ്യുന്ന 3 മാസത്തെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. 3 മാസത്തെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവില്ല, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ 3 മാസത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ. യെസ്. ഇനി നമുക്ക് സെയിൽസ് ഇല്ലല്ലോ. സെയിൽസ് ഉണ്ടെങ്കിലല്ലേ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റ് സെയിൽസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജനുവരി മുതൽ ഒരുപാട് മാസത്തെ ഉണ്ട്. എല്ലാം കൂടി പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ നിൽക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സമ്മറി ഒന്ന് എടുത്തു നോക്കുക. അതിലെ ക്യാഷിൻ്റെ കളക്ഷനെ കുറിച്ചിട്ട് ഒന്ന് നമ്മൾ നോക്കി നോക്കുക. എങ്ങനെയാണ് സംഭവിക്കുന്നത്, ക്യാഷ് കളക്ഷൻ അല്ലെങ്കിൽ സെയിൽസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മന്തിൽ നെക്സ്റ്റ് മന്തിലേക്ക് പോകുന്നുള്ളൂ. 2 മാസം ഡിലേ ഒന്നുമില്ലല്ലോ. ഒന്നെങ്കിൽ സെയിം മന്ത് അല്ലെങ്കിൽ അടുത്ത മാസം. അപ്പോൾ 1 മാസത്തെ ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്ന് മുതലുള്ള ഡാറ്റ, ഏപ്രിൽ മുതലുള്ള ഡാറ്റ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏത് മുതലുള്ള സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടി വരും, 1 മാസം മുമ്പുള്ള. ഏപ്രിലിന് തൊട്ട് മുമ്പുള്ള മാസം ഏതാ, മാർച്ച് മുതലുള്ള ഉണ്ടാക്കണം. മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ജനുവരി മുതൽ തന്നെ അങ്ങനെ പടക്കം ഉണ്ടാക്കി വരണ്ട. എന്ത് മതി, ഏത് മുതൽ, നമ്മുടെ നമുക്ക് എന്നാ വേണ്ടത്, നമുക്ക് വേണ്ടത് ഏപ്രിൽ മുതലുള്ള ഡാറ്റകളാണ്. അതിനെന്ത് ചെയ്യുക, തൊട്ട് 1 മാസം ഡിലേ, ഇവിടെ എല്ലാ സാധനവും 1 മാസം ഡിലേ വന്നു. 2 മാസം ഡിലേ ഉണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 2 മാസം മുമ്പുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കി തുടങ്ങും. മനസ്സിലാക്കേണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. എന്തുകൊണ്ട് മാർച്ച് മുതൽ സാർ ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ആൻസർ എന്താ, 1 മാസത്തെ ഡിലേ ഉള്ളൂ. അപ്പോൾ മാർച്ച് മുതൽ ഉണ്ടാക്കിയാൽ മതി. ഇനി 2 മാസത്തെ ഡിലേ ഉണ്ടെങ്കിലോ നമ്മൾ ഫെബ്രുവരി മുതൽ ഉണ്ടാക്കണം. ഇനി 3 മാസത്തെ ഡിലേ ഉണ്ടെങ്കിലോ ജനുവരി മുതൽ ഉണ്ടാക്കണം. ഓക്കെ അല്ലേ. യെസ്. അതായത് ഫെബ്രുവരി ഉള്ളത് മാർച്ചിൽ ഏപ്രിലും കിട്ടും. അപ്പോൾ ഏപ്രിൽ കളക്ഷൻ വരില്ലേ. ഇവിടെ എന്താ, മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മാത്രമേ കളക്ഷൻ ഉള്ളൂ. ദർഫോർ എന്ത് ചെയ്യുക, നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത് എന്ന് മുതലാണ്
മാർച്ച് മുതൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മാർച്ച് മുതലുള്ള സെയിൽസ് ബഡ്ജറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഷാൾ വി ലുക്ക് ഇൻ ടു ഇറ്റ്? റെസ്പോണ്ട് യെസ് ഓർ നോ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് സെയിൽസ് ബഡ്ജറ്റ്. വർക്കിംഗ് നോട്ടിൻ്റെ പാർട്ടായിട്ട് വർക്കിംഗ് നോട്ട് എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. ഫസ്റ്റ് വർക്കിങ്സ് ചെയ്താലേ നമുക്ക് ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടേഷൻ ഓഫ് സെയിൽസ് ബഡ്ജറ്റ് ഫോർ മാർച്ച് ടു ജൂൺ. മാർച്ച് മുതൽ ജൂൺ വരെ ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യും? മാർച്ച് മുതലുള്ളത് ജൂൺ വരെ നമ്മൾ ഉണ്ടാക്കണം. 4 മാസത്തെ ഉണ്ടാക്കണം. എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുക? അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അതെന്ത് ചെയ്യുക? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ബട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്താ? അത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാൻ പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? നമ്മുടെ പവർ പോയിന്റ് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പവർ പോയിന്റിൽ ഞാൻ ഓരോ മാസവും വേറെ വേറെ ഉണ്ടാക്കുക. കാരണം ആ പവർ പോയിന്റിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഏരിയ വളരെ കുറവാണ്. അത് ലിമിറ്റേഷൻ ആണ്. അത് നമ്മൾ ക്ലാസ്സിലുള്ള പോലെ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യുക? ഒരു സ്പെസിഫിക് ആയ ഒരു ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വലുതാക്കി കാണിക്കൽ പോസിബിൾ അല്ല. നമ്മൾ എന്താണ് പ്രൊജക്ടർ അല്ലല്ലോ. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഒരു ഇതുണ്ട്, എന്താ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ട് ഒരു പർട്ടിക്കുലർ കോളം നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കാം. എന്നിട്ട് 2 പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. ആ 2 പ്രൊഡക്റ്റിൻ്റെയും 2 പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ അല്ലേ? യെസ്, എക്സ് ആൻഡ് വൈക്ക് ഓരോ വലിയ കോളംസ് കൊടുക്കുക. എക്സ് വൈ ഇത് 2 സ്ഥലങ്ങളിലാണ്, ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും. അത് കറക്റ്റായിട്ട് ചെയ്താട്ടോ. ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റിലുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റിന് ഓരോ കോളം കൊടുക്കുക. എന്നിട്ട് അവസാനം ഒരു ടോട്ടൽ കോളവും കൊടുക്കുക. ഓക്കെ. യെസ്. അപ്പോൾ മൊത്തം പർട്ടിക്കുലേഴ്സും 3 എമൗണ്ട് കോളംസും വലിയ എമൗണ്ട് കോളംസും എക്സും വൈനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു ഓരോ എന്ത് ചെയ്യുക പാർട്ടാക്കിയിട്ട്. ഓക്കെ, ഗുഡ് സാർ. വാട്ട് നെക്സ്റ്റ്? ഇനി എന്ത് ചെയ്യുക? മാർച്ച് എന്ന് എഴുതി ഇങ്ങനെ ഉണ്ട് എന്ത് ചെയ്യുക? ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് മാർച്ചിലെ കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴത്തത് കംപ്ലീറ്റ് അതിൻ്റെ ടോട്ടൽ കിട്ടി കഴിഞ്ഞാൽ അടുത്തത് കണ്ടിന്യൂസ് ഇതേ കോളത്തിൽ തന്നെ കണ്ടിന്യൂസ് ഏപ്രിൽ ചെയ്യുക, മെയ് ചെയ്യുക, ജൂൺ ചെയ്യുക. ഓക്കെ അല്ലേ? ആ രീതിയിൽ ചെയ്തു പോവാം. അല്ലാതെ ഇവിടെ നോ മോർ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ പവർ പോയിന്റിൽ കാണാം. നിങ്ങൾ എന്ത് ഇതേപോലെ കോളം വരച്ചിട്ട് ചെയ്യുക. പവർ പോയിന്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ കോളമൊക്കെ കൊടുത്ത് വരച്ചിട്ടുണ്ട്. ബട്ട് യു വിൽ ലൈക്ക് ഇറ്റ്. എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സെയിം രീതിയിൽ ഞാൻ സെയിൽസ് ബഡ്ജറ്റ് ഫോർ മാർച്ച് ഓരോന്ന് വേറെ വേറെ എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരൊറ്റ ഇതിൻ്റെ താഴേക്ക് തന്നെ ചെയ്ത് പോയാൽ മതി. എന്താ ഒരുപാട് സ്പേസ് ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ. അപ്പോൾ നമ്മൾ പർട്ടിക്കുലേഴ്സ് എക്സ് വൈ ടോട്ടൽ എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തു. ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഡിവിഷൻസും സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇസ് ദാറ്റ് ഓക്കെ? യെസ്. എങ്ങനെയാണ് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുക? ചോദ്യം അറിയില്ലേ? എങ്ങനെയാണ് അത് ഉണ്ടാക്കുക? നമുക്ക് അതിൻ്റെ ബേസിക്സ് അറിയില്ലേ? എന്താണ് 2 കണ്ടന്റ് 2 ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാജിക്കലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കും. എങ്ങനെയാണ്? ഫസ്റ്റ് കണ്ടന്റ് ഏതാ? എസ്റ്റിമേറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റി. അത് എന്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. 2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? നമുക്ക് എസ്റ്റിമേറ്റഡ് സെയിൽസ് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ആണ് ഇത് സെയിൽസ് ബഡ്ജറ്റ്. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈസ്റ്റിൽ നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. അങ്ങോട്ട് പോട്ടെ. ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് അവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണുള്ളത്? മാർച്ചിൽ 3000 ആണുള്ളത് ഈസ്റ്റിൽ. സാറേ 3000 അല്ലേ? അത് 3000ത്തിൽ ചേഞ്ച് വരുന്നുണ്ടല്ലോ. ഒരു 5% ചേഞ്ച് വരുന്നുണ്ടല്ലോ. 3000 പ്ലസ് 5% എത്ര കിട്ടും? 3150. യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഈസ്റ്റിൽ എക്സിൽ 5% ഇൻക്രീസ് വരുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നു? നോർത്ത് ഈസ്റ്റിൽ എത്ര ചേഞ്ച് വരുന്നുണ്ട്? 10%. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഞാൻ അവിടെ വരുത്തുന്നുണ്ട്. ആ ഒരു ചേഞ്ചസ് എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തണം. ഇസ് ദാറ്റ് ഓക്കെ? ആണോടാ? ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ചേഞ്ച് വരുത്തിയ വാല്യൂലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 3150 ഈസ്റ്റിൽ കിട്ടും. അതിലെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 രൂപ ഉണ്ടായിരുന്നു എക്സിനിലെ. അത് ചേഞ്ച് ആയില്ലേ? ചേഞ്ച് ആയി സാറേ. എത്രയായി? 95 ആയി. അപ്പോൾ 95 മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാട്ട് വിൽ യു ഗെറ്റ്? ഐ വിൽ ഗെറ്റ് ദി എസ്റ്റിമേറ്റഡ് സെയിൽസ് 2,99,250. പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം സാർ. നെക്സ്റ്റ് നോർത്ത് ഈസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ആ ചേഞ്ച് അവിടെ ഉണ്ടായിരുന്ന സെയിൽസ് എത്രയാണ്? അവിടെ ഉണ്ടായിരുന്ന സെയിൽസ് ഈക്വൽ ടു 3500. ഈ 3500 10% കൂടി കഴിഞ്ഞാൽ 350 കൂടും. അതായത് 850 ആയിട്ട് മാറും. 3850 അല്ലേ? ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 95. കാരണം എന്താ? എക്സ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഐ വിൽ ഗെറ്റ് 3,65,750. സോ സിമ്പിൾ. ഇതേപോലെ വൈ ചെയ്തൂടെ? വൈൻ്റെ കേസിൽ എത്ര ശതമാനം ചേഞ്ചാ? പറ 10% ആൻഡ് 6% അല്ലേടാ. അപ്പോൾ സെയിം വ്യത്യാസങ്ങൾ നോക്കുക. ഇവിടെ എങ്ങനെ വരുന്നത്? മാർച്ചിൽ 4000 പ്ലസ് 10%, 4400.
പിന്നെ 3500 പ്ലസ് 6% നമ്മൾ അടിച്ച എമൗണ്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയാണോ വരുന്ന എമൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അപ്പോൾ 4400 കിട്ടി. ഇൻറ്റു അവിടെ എത്ര 85 ആണ് വരുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഐ വിൽ ഗെറ്റ് 3,74,000. 3,74,000 ആണ് വരുന്നത്. ഈസ് ദാറ്റ് ഓക്കെ മക്കളെ? അല്ലേടാ? യെസ്. ഓക്കെ. അടുത്തത് 3500 പ്ലസ് 6% എന്നാണ് പറഞ്ഞത് അല്ലേ? അത് 3710 കിട്ടും. യെസ്, 3710 കിട്ടും. ഇൻറ്റു 85 അടിക്കുന്നു. എത്ര കിട്ടി? 3,15,350. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. എനിക്ക് ടോട്ടൽ കിട്ടും. എത്ര കിട്ടും? 13,54,350. മാർച്ചിലെ സെയിൽസ് കിട്ടി മക്കളെ. കിട്ടി. അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇതേപോലെ ഏപ്രിൽ ചെയ്യാം. അഗെയിൻ ഞാൻ പറയണ്ടല്ലോ, ഞാൻ കാൽക്കുലേഷൻസ് കാണിച്ചിട്ട് എമൗണ്ടുകൾ വരുന്നു. ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് ഷട്ടപടേച്ചിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പോകാൻ പറ്റും. സെയിം രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ മാർച്ചിൽ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ ചെയ്യുക. ആദ്യം എസ്റ്റിമേറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റി, പിന്നെ സെല്ലിംഗ് പ്രൈസ്, പിന്നെ എസ്റ്റിമേറ്റഡ് സെയിൽസ്. ആദ്യം ഈസ്റ്റിൽ 2625 ഇൻറ്റു 95 വിൽ ഗെറ്റ് 2,49,375. നോർത്ത് ഈസ്റ്റിൽ 2,640 ഇൻറ്റു 95 വിൽ ബി 2,50,800. ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കാട്ടോ. ഓക്കെ, യു ക്യാൻ വെരിഫൈ ഇറ്റ്. ഓക്കെ, ഈസ്റ്റിൽ വരുന്ന 2,200 ഇൻറ്റു 85, അത് വൈൻ്റെ കേസിൽ 1,87,000 വരും. അതേപോലെ നോർത്ത് ഈസ്റ്റിൽ സെയിം 1,802 ഇൻറ്റു 1,53,170 എന്നുള്ള രീതിയിൽ വരും. ഇസ് ദാറ്റ് ഓക്കെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ചെയ്ത രണ്ടാമത്തെ മാസത്തെ ടോട്ടൽ കിട്ടിയല്ലോ, 8,40,345. ഇസ് ദാറ്റ് ഓക്കെ? അപ്പോൾ രണ്ടാമത്തെ മാസത്തെ കിട്ടി നമുക്ക്. ഓക്കെ സാർ. നെക്സ്റ്റ് ഇതേപോലെ മെയ് ചെയ്തൂടെ? യെസ് സാർ. എസ്റ്റിമേറ്റഡ് സെയിൽസ്, സെല്ലിംഗ് പ്രൈസ്, സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എന്ത് കിട്ടും നമുക്ക്? സെയിൽസ് കിട്ടും. ഓക്കെ അല്ലേ? ക്വാണ്ടിറ്റിയും പ്രൈസും മൾട്ടിപ്ലൈ ചെയ്താൽ സെയിൽസ് കിട്ടും. ഓക്കെ, ഇതേപോലെ ചെയ്യുന്നു. ഫസ്റ്റ് ഈസ്റ്റിൽ, എക്സിൻ്റെ കേസിൽ ഈസ്റ്റിൽ 2,520 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 95. വാട്ട് വിൽ ഐ ഗെറ്റ്? 2,39,400. നോർത്ത് ഈസ്റ്റ് നോക്കാം. നോർത്ത് ഈസ്റ്റ് എത്ര? 2,200 ഇൻറ്റു 95 എത്ര കിട്ടും മക്കളെ? 2,09,000 കിട്ടും. അതേപോലെ പ്രൊഡക്റ്റ് വൈ എത്രയാണ്? ഈസ്റ്റിൽ വരുന്നത് 1,980 ഇൻറ്റു 85. വാട്ട് വിൽ യു ഗെറ്റ്? 1,68,300 കിട്ടും. ആൻഡ് നോർത്ത് ഈസ്റ്റിൽ ലാസ്റ്റ് വണ് 1,590 ഇൻറ്റു 85 ഈസ് ഈക്വൽ ടു 335,150. ഇസ് ദാറ്റ് ഓക്കെ മക്കളെ? ഇസ് ദാറ്റ് ഓക്കെ? സെറ്റല്ലേ? യെസ്, ഗുഡ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്ര വരുന്നത്? മെയിലെ ടോട്ടൽ എത്ര വരുന്നത്? മെയിലെ ടോട്ടൽ 7,51,850. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഓക്കെ എങ്കിൽ നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? യെസ്. ലാസ്റ്റ് ഏതാ? ജൂണിലെ സെയിം അവസ്ഥ. ഫസ്റ്റ് 3,150 ഇൻറ്റു 95 വിൽ ഗെറ്റ് 2,99,250. അതേപോലെ 3,740 ഇൻറ്റു 95 3,56,250. അതേപോലെ പ്രൊഡക്റ്റ് വൈ നോക്കട്ടെ, രണ്ട് എമൗണ്ട് കണ്ട. ഓക്കെ, നെക്സ്റ്റ് വൈൻ്റെ കേസിൽ 3,520 ഇൻറ്റു 85 ഈസ് ഈക്വൽ ടു 2,99,200. നോർത്ത് ഈസ്റ്റ് 2,968 ഇൻറ്റു 85 ഇറ്റ് വിൽ ബി 2,52,250. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് അതിൻ്റെ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12,06,030 റുപ്പീസ്. അപ്പോൾ ഓൾ ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റുകൾ, നമുക്ക് ആവശ്യമുള്ള ബഡ്ജറ്റുകൾ നമ്മൾ ഈ ഫോർമാറ്റിൽ ചെയ്താൽ. അപ്പോൾ ചിലപ്പോൾ സാറേ 4 വട്ടം ഇതൊക്കെ കോളം വരെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒരു വട്ടം കോളം വരച്ചാൽ മതി. മാർച്ച് ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക. അതിന് താഴെ തന്നെ സബ്ബഡിങ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ആ മാർച്ചിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാർച്ചിലേക്ക് കിട്ടിക്കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇവിടെ എസ്റ്റിമേറ്റഡ് സെൽ ക്വാണ്ടിറ്റി, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്, എസ്റ്റിമേറ്റഡ് സെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ വിട്ടിട്ട് ഏപ്രിൽ നെയ്താ. ഓക്കെ അല്ലേ? ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഏപ്രിൽ നെയ്താ. അപ്പോൾ ഏപ്രിൽ നെയ്തിട്ട് ഏപ്രിൽ സെയിം ആഫത്ത അതേപോലെ ഓരോന്ന് പോകും. അപ്പോൾ വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹെവി ഡ്യൂട്ടി ഇല്ല. ഞാൻ ഹെവി ഡ്യൂട്ടി എടുക്കാൻ കാരണം എന്താ? ഈ സ്ക്രീനിൽ അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ മക്കളെ, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക എല്ലാ ഫിഗേഴ്സും. ഇത് വീഡിയോ ആണ്, നിങ്ങൾക്ക് ബാക്ക് അടിച്ചൊക്കെ നോക്കാം. സ്ലോയിൽ വേണമെങ്കിൽ വീഡിയോ സ്ലോ ആക്കി. ഞാൻ സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയ്യോ സാറ് സ്പീഡിൽ പോകുന്നുണ്ട് 0.75 ആക്കാമല്ലോ, യൂട്യൂബല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പല്ലേ, നമ്മുടെ ഓൺ ആപ്പിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ രീതിയിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ പോസ്റ്റ് ആക്കി പതുക്കെ കണ്ടാൽ മതി. ഓക്കെ, ടെക്നോളജി ഉപയോഗിക്കും. അപ്പോൾ എന്തായാലും സെയിൽസ് ബഡ്ജറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വർക്കിങ്സ് എന്തൊക്കെ ചെയ്യണം, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കിയാലോ. ഓക്കെ, എന്തൊക്കെ വർക്കിംഗ് നോട്ട്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കിയാലോ. ഷാൽ വി ലുക്ക് ഇൻ ടു ഇറ്റ്. ഈ വർക്കിംഗ് നോട്ട്സ് ഈസ് ദ കീ
ടു സിംപ്ലിഫൈ ദി ആൻസറിങ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാഷ് ബഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൽ വരുന്ന വർക്കിംഗ് നോട്ടിൽ ആദ്യം ക്യാഷ് റെസിപ്റ്റ്സിലുള്ള എന്ത് ചെയ്യുക വർക്കിംഗ് നോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ക്യാഷ് റെസിപ്റ്റ്സ്, അതായത് കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് മാത്രമാണ്, സെയിൽസ് മാത്രമാണ് ഇൻകം ആയിട്ട് പറയുന്നത്. ദർ ഇസ് നോ അതർ ഇൻകം. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ്സ് റിലേറ്റഡ് ടു എന്താണ്, ഓൺലി സെയിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ കളക്ഷൻസിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അത് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫസ്റ്റത്തെ ഒരു മന്തിലെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ബേസിക് ആയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ സെയിൽസിൻ്റെ കേസിൽ നമുക്ക് എന്തുണ്ട്, 20% ക്യാഷ് സെയിൽസാണ്. സെയിം മന്ത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, ക്യാഷ് സെയിൽസ് ചെയ്തിട്ട് 20% എല്ലാ മാസത്തെയും അങ്ങ് റെക്കോർഡ് ചെയ്യാം. സോ സിമ്പിൾ അല്ലേ? നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കാരണം സെയിൽസ് അറിയാം, സെയിൽസിൻ്റെ മേലെ 20% അടിച്ചാൽ മതി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതേ മാസം കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് നടക്കുന്നത് സെയിം മന്തിൽ എത്രയാണ്, 30% ഓഫ് എന്താണ്, ക്രെഡിറ്റ് സെയിലാണ് പറയുന്നത്. 30% ഓഫ് ക്രെഡിറ്റ് സെയിലാണ്. ഈ ക്രെഡിറ്റ് സെയിൽ 30% അല്ലേ? യെസ്. അപ്പോൾ ആ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മേലെ 30% കാണാൻ നിൽക്കുമ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, സെയിൽസ് അടിക്കുക, ഇൻറ്റു 80% അടിക്കുക, ഇൻറ്റു 30% അടിക്കുക. ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് ഈസി ആയിട്ട് ട്രിക്കിലി നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. എന്ത് ചെയ്താൽ മതി, ഈ 2%നെ ജോയിൻറ്റ് ചെയ്താൽ മതി. ജോയിൻറ്റ് പ്രോബിലിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ജോയിൻറ്റ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് മാത്സിലാണ്. സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ 2% നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 8നെ നേരെ 30% ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് പെർസെൻറ്റേജ് കിട്ടും. അത് എത്രയാണ്, 24% ആണ്. അപ്പോൾ ഇതെന്തിനപ്പോൾ കണ്ടത് സാറേ? ഇത് കണ്ടത് എന്ത് ചെയ്യാം, നേരെ സെയിൽസ് എമൗണ്ട്, ഇപ്പോൾ ഏത് മാസത്തെയാണോ ആ സെയിൽസ് എമൗണ്ടിൻ്റെ മേലെ 24 അടിച്ച് കഴിഞ്ഞാൽ നേരിട്ട് ആൻസർ. അപ്പോൾ 2 തവണ നമ്മൾ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ എമൗണ്ട് അടിച്ച് ഇൻറ്റു 80% ഇൻറ്റു 30%. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെയ്യാം. ബട്ട് എന്ത് ചെയ്യുക, ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കുറേ കോസ്റ്റ് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെ കാണേണ്ടത്, സെയിം മന്തിലേക്ക് കാണുമ്പോൾ എന്ത് ചെയ്യുക, നേരെ 24% മൾട്ടിപ്ലൈ ചെയ്യുക. ഇസ് ദാറ്റ് ഓക്കെ മക്കളെ? യെസ്. അത് എന്ന് വരെ എക്സെപ്റ്റ് ഫോർ ജൂൺ കേട്ടോ. ജൂണിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ആവശ്യമില്ല? അവിടെ 100% നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ഫാക്ടറിങ്. മറന്നു പോകരുത്. ഓക്കെ, അവിടെ 100% ആണ് ഡ്യൂ ടു ഫാക്ടറിങ് വരുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? യെസ് സാർ. ഓക്കെ, നെക്സ്റ്റ് എന്താ അടുത്തത്? ഇതേപോലെ 65% ഓഫ് 80% എന്ന് അടുത്ത മാസം. ഓക്കെ ഓക്കെ, പ്രീവിയസ് മന്ത് അല്ല, നെക്സ്റ്റ് മന്ത് എന്നാണ് കേട്ടോ. ഓക്കെ, അവിടെ എഴുതിയത് മാറിയതാണ്. റിസീവ്ഡ് ഇൻ ദി നെക്സ്റ്റ് മന്ത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് മന്തിലത് നമുക്ക് എന്ത് ചെയ്യണം, ആ രീതി. പ്രീവിയസ് മന്ത് എന്ന് എഴുതിയത് ഉദ്ദേശിച്ചത് പ്രീവിയസ് മന്തിലത് ടുഡേ കിട്ടും എന്നുള്ള രീതിയിൽ. അതായത് ഈ മാസത്തെ നോക്കുമ്പോൾ അടുത്ത മാസം എന്നല്ല, പ്രീവിയസ് മന്ത് എഴുതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ്, നമ്മൾ കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൻ്റെ എമൗണ്ട് ഇങ്ങോട്ട് വരുന്നതാണ് പ്രീവിയസ് മന്ത് ഉള്ള രീതിയിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇസ് ദാറ്റ് ഓക്കെ? അതായത് 1 മന്ത് ഡിലേ, വൺസ് മോർ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ വേണ്ട. 1 മന്ത് ഡിലേ എന്നുള്ളത് പറയുമ്പോൾ ഏപ്രിലല്ലേ നമ്മൾ ചെയ്യുക. ഏപ്രിൽ ചെയ്യുമ്പോൾ കറണ്ട് മന്തിൽ ഡാറ്റ എഴുതണം, പ്രീവിയസ് മന്തിലെ ഡാറ്റ എഴുതണം. കാരണം കറണ്ട് മന്തിലുള്ള ആ എമൗണ്ട് എഴുതുമ്പോൾ പ്രീവിയസ് മാർച്ചിൽ ഇങ്ങോട്ട് വരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അത് പ്രീവിയസ് മന്ത് എഴുതിയതും നോ പ്രോബ്ലം കേട്ടോ. പ്രീവിയസ് മന്ത് എഴുതിയാലും നോ പ്രോബ്ലം, അതിലൊരു പ്രശ്നം ഇല്ല. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, ഞാൻ അതൊന്നും വായിക്കട്ടെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ക്യാഷ് റെസിപ്റ്റ്സിൽ, അതായത് സെയിൽസിൻ്റെ കളക്ഷനിൽ വരുന്ന പെർസെൻറ്റേജ്. ഈ 52% എങ്ങനെ കിട്ടി? ഞാൻ നേരത്തെ പറഞ്ഞ ജോയിൻ്റ് കോൺസെപ്റ്റ് ആണ്. ജോയിൻറ്റ് വെയ്റ്റ്സ്, ജോയിൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടിട്ട് ചെയ്യേണ്ട, നേരെ കിട്ടിയ എമൗണ്ട് ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടില്ലേ, അതിൽ നോക്കാം, കാൽക്കുലേറ്റർ എടുക്കാം, മൾട്ടിപ്ലൈ ആൻസർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഇസ് ദാറ്റ് ഓക്കെ? ഇത് വർക്കിംഗ് നോട്ടിൽ ചെയ്തു വെച്ച ഉപകാരം നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യുക, വളരെ ഈസിലി എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. വൺസ് അത് നമ്മൾ എഴുതി വെക്കുന്നു, നമ്മൾ വർക്കിംഗ് നോട്ടിൽ ഓരോ വർക്കിങ്സ് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഓക്കെ അല്ലേ? പ്രീവിയസ് മന്ത് എന്നുള്ളത് പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതി വെക്കാം. ഇനി അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി അത് മനസ്സിലാക്കി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നേരെ എന്തെടുക്കാം, നമ്മൾ അതിൻ്റെ ക്യാഷ് സെയിൽസിൻ്റെ ആ ഒരു ഭാഗം, ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഭാഗം ആൻഡ് കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് റെക്കോർഡ് ചെയ്യുന്ന ഭാഗം ഒന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ്, അതൊക്കെ ഞാൻ അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. കാരണം 20% ഓഫ് സെയിൽസ് ആണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഇവിടെ 3 മാസത്തെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറേ 3 മാസത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ, ഓപ്പണിംഗ് ബാലൻസ് എന്താ ചെയ്താത്ത? ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തെ ക്ലോസിംഗ് അല്ലേ, അത് കിട്ടിയാലല്ലേ അങ്ങോട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് വേണ്ട, ചോദിക്കൂല എനിക്കറിയാം, എന്നാലും എന്ത് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളൂ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചോദിക്കും കമൻറ്റിലൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മളെ മെസ്സേജിലൊക്കെ വന്നിട്ട്. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, ഗുഡ്. ഇനി എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി? ഏപ്രിലിലെ സെയിൽസ് ഇൻ്റെ 20% അല്ലേ? അപ്പോൾ ഏപ്രിലിലെ സെയിൽസ് നമുക്കറിയാം 8,40,345 എന്നുള്ളതാണ്. അതിൻ്റെ 20% ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടിയില്ലേ? എത്രയാണ്? 1,68,069 കാണുന്നില്ലേ? യെസ്, 1,68,069 എന്നുള്ള രീതിയിലല്ലേ വരുന്നത്? ഓക്കെയാണ് മക്കളെ? പറയടാ. യെസ്, ഇതേപോലെ ഓരോ മാസത്തിലും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടുകളാണ് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എമൗണ്ട് മക്കളെ. യെസ് ഓർ നോ? പറ. യെസ്, അതാണ് ക്യാഷ് സെയിൽസ് വന്നത്. ഓക്കെ, ഇതിൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി വാട്ട് നെക്സ്റ്റ് സാർ? നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് നമ്മൾ എങ്ങനെ കാണാം? കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് മന്തിലെ 25%, അതായത് 30% രീതിയിൽ ആ രണ്ട് രീതിയിലും കാണിച്ചു തരാം. അതായത് എന്തിൻ്റെ 30%? ക്രെഡിറ്റ് സെയിൽസിൻ്റെ 30%, അതായത് ടോട്ടൽ സെയിൽസിൻ്റെ 24%. ഈ പറഞ്ഞത് സത്യമാണോ നോക്കണ്ടേ? യെസ്. അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇതെടുക്കുന്നു. അപ്പോൾ സെയിൽസ് കാണുന്ന 8,40,345ൻ്റെ 80% ആദ്യം അടിക്കുന്നു. ഇസ് ഈക്വൽ ടു ഈ എമൗണ്ട് കിട്ടും. ഇതിൻ്റെ മുകളിൽ നമ്മൾ 30% കളക്ട് ചെയ്യുന്നത്. അതടിച്ച് കഴിഞ്ഞാൽ 2,01,682.8 അതല്ലേ കിട്ടുന്നത്? യെസ് സാർ, അതന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കറണ്ട് മന്തിലെ 2,01,682.5 ഞാൻ കൺവേർട്ട് ചെയ്ത് 83 ആക്കി. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, 0.8 അല്ല, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എമൗണ്ട്. ഇത് നേരിട്ട് നിങ്ങൾ കിട്ടുന്ന പറയുന്നത് അതൊന്ന് നോക്കണമല്ലോ നമുക്ക്. 8,40,345 ഇൻറ്റു 24% is equal to 2,01,682.8 സെയിം 683. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 തവണ ഇങ്ങനെ അടിച്ച് പോകണം. ഒരു സെക്കൻഡൊക്കെ ഇപ്പോൾ ഇങ്ങനെ ലാഭിച്ചിട്ട് എന്താ? എക്സാം ഹാളിൽ ചെല്ല്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഇത്. ഇനി അതല്ല, അത് കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർ ഫസ്റ്റ് രീതി തന്നെ ചെയ്താൽ മതിയടാ. ചിലപ്പോൾ എല്ലാവർക്കും മാത്സ് അറിയണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് മുതലേ ഇരിക്കുന്ന നമ്മൾ കുറേ കാലം ഇതൊക്കെ പറഞ്ഞ് ശീലമായിട്ടുണ്ടാവും. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? അവരെന്ത് ചെയ്യുക? സാധാ ഞാൻ 2 വേ കാണിച്ചെന്നില്ലേ, ആ വേല ചെയ്താൽ മതി. നിങ്ങൾ ആ വേല ചെയ്താൽ മതി. ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു മനസ്സുണ്ടെങ്കിൽ, ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സമയം ലാഭിക്കുക കേട്ടോ. ഓക്കെ, അതൊക്കെ എക്സാം ഹാളിൽ അങ്ങനെയാണ് ടൈറ്റിലിരിക്കുമ്പോൾ മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എങ്ങനെ 7,51,850 എന്നുള്ളതല്ലേ? 7,51,850 എന്നുള്ളതാണ് എന്തുള്ളത്? നമ്മുടെ എമൗണ്ട് ഉള്ളത്. അതേ ഇൻറ്റു 24% അടിക്കുക. 1,80,444. സെയിം അല്ലേ? യെസ് സാർ. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് മാസം മാത്രം എന്ത് ചെയ്യുന്നു? എത്രയാണോ ക്രെഡിറ്റ് സെയിൽസ് അത് ഫുള്ള് കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് അവിടെ കാണേണ്ടി വരും. കാരണം എന്താ? അവിടെ ഫാക്ടറിങ് ഉണ്ട്. അവിടെ 24% അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഫാക്ടറിങ് ആയതുകൊണ്ട് ആ കറണ്ട് മന്തിൽ തന്നെ ഫുൾ ഡെറ്റേഴ്സ് കളക്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെ? അത് എത്രയാണ് സെയിൽസ്? 12,06,030 അല്ലായിരുന്നോ? ഈ 6,030ൻ്റെ 80% ഫുള്ളി കളക്റ്റഡ് ഡ്യൂ ടു ഫാക്ടറിങ്. ഗുണ്ടനയച്ച് നമ്മൾ കൊണ്ടുവരുന്നില്ലേ? യെസ് സാർ. അപ്പോൾ ഗുണ്ട പോയിട്ട് അതെന്ത് ചെയ്യും? കളക്ട് ചെയ്ത് തരും. അതുകൊണ്ട് നമ്മൾ ബേജാറാവണ്ട. ഓക്കെ, ഗുഡ്. അപ്പോൾ അതൊക്കെ. അപ്പോൾ കറണ്ട് മന്ത് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ കളക്ഷൻ കാണിച്ചു. ഇനി ഈ ഏപ്രിൽ പ്രീവിയസ് മന്ത് നിന്ന് കളക്ഷൻ നടത്തൂല? യെസ്, അതാണ് ഞാൻ നേരത്തെ പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞത്. അതായത് മാർച്ചിലെ പ്രീവിയസ് മന്തിലെ കളക്ഷൻ നടത്തുന്നുണ്ട്. ദെർഫോർ അതെങ്ങനെയാണ്? അത് പ്രീവിയസ് മന്തിലെ സെയിൽസിൻ്റെ എത്ര ശതമാനമാണ്? 52% എന്നാണ് പറഞ്ഞത്. അത് 52% അല്ലെങ്കിൽ മറ്റേ 65, രണ്ട് രീതിയിലും കാണിച്ചു തരാം. ഇപ്പോൾ മാർച്ചിലെ വരുന്നത് 13,54,350 രൂപയാണ് നമ്മൾ കണ്ടെത്തിയത്. അല്ലേടാ? നോക്കടാ. യെസ്, ഓക്കെ. അപ്പോൾ ആ 13,54,350ൻ്റെ 80% 65% എന്നുള്ളത് വരും 7,04,262 അല്ലേ? യെസ്, അത് അവിടെ കാണിച്ചുതരാം. 7,04,262. യെസ് സാർ. ഇത് എങ്ങനെ കാണാം? നമ്മളെ ട്രിക്ക് ഉപയോഗിച്ച് കാണാം. എങ്ങനെ? 13,54,350 ഇൻറ്റു എത്ര ശതമാനം നമ്മളവിടെ കണ്ടെത്തി? 52% ആണ്. സെയിം എമൗണ്ട് കിട്ടി. ദെർഫോർ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മാസങ്ങളിൽ ചെയ്തൂടെ? മെയ്യിൽ ചെയ്യാം, ജൂണിലെയും ചെയ്യാം. കാരണം ജൂണിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? ജൂണിൽ കളക്ട് ചെയ്യുന്നത് മെയ്യിലെ എമൗണ്ട് അല്ലേ അങ്ങോട്ട് വരുന്നത്. ദെർഫോർ മെയ്യിൽ നമ്മൾ ഫാക്ടറിങ് നടത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പ്രീവിയസ് മന്ത് കളക്ഷൻ പഴയ പോലെ നടക്കും. ആ മന്ത് മുതൽ ഇനി അടുത്ത മാസം ഇനി കളക്ഷൻ ഉണ്ടാവോ? ഇല്ല. ആ അടുത്ത മാസം മുതൽ പ്രീവിയസ് മന്ത് എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം അന്ന് മുതൽ ഫാക്ടറിങ് വന്നു. ഓക്കെ അല്ല? ഫാക്ടറിങ് വന്ന ജൂൺ മുതലാണ്. അതിൻ്റെ മുമ്പത്തെ മാസത്തേത് ഇപ്പോൾ കളക്ട് ചെയ്യുക. അത് അതേപോലെ തന്നെ. കാരണം അത് കളക്ട് ചെയ്യണ്ടേ? അത് അവർ ഏറ്റെടുക്കുമോ? അവർ
എന്ന് അഗ്രിമെന്റ് സൈൻ ചെയ്തത്? വിത്ത് ഇഫക്ട് ഫ്രം, നിങ്ങൾ ലോ ഒക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, വിത്ത് ഇഫക്ട് ഫ്രം എന്ന് പറഞ്ഞാൽ ജൂൺ മുതലേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. പഴയത് കിട്ടുമോ? ഇല്ല. അത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെയ്താൽ കിട്ടും. എത്രയുണ്ട്? 3,90,962. അതെങ്ങനെ വന്നത്? സെയിം രീതി നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എമൗണ്ട് എത്രയുണ്ടായിരുന്നു? 7,51,850 ആണ്. സോറി, ഈ 50 അടിക്കുമ്പോൾ ഓക്കെ 7,850 ആണ്. അതിൻ്റെ എത്ര ശതമാനം? 52% ഇസ് ഈക്വൽ ടു 3,90,962. കറക്റ്റ് അല്ലേ? യെസ്, ഗുഡ്. അപ്പോൾ ദെർഫോർ എന്തായി? റിസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ സാറേ ഇതിന് വേറെ കോളം വരച്ചിട്ട് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിക്കണോ? അത് ലാഭിച്ചില്ല, ഗ്യാപ്പിൽ കണ്ട അതും ഗ്യാപ്പിൽ കാണിച്ചു. ഇത് രണ്ടും ഇത് ടോട്ടൽ ചെയ്യണം. എന്തിനാ? എഴുതി വെച്ചില്ലേ, കളക്ഷൻസ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തില്ലേ. ഇനി ഇത് വേറെ ഇതൊക്കെ ഓരോ പ്രസൻറ്റേഷനാണ് മക്കളെ. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ബുക്കിൽ നോക്കി ഇങ്ങനെ പഠിക്കുമ്പോഴുള്ള പ്രശ്നമാണത്. നമ്മൾ ബുക്കിലെ പോലെ അങ്ങനെ എഴുതി വെച്ച് അങ്ങനെ പഠിക്കാൻ അങ്ങനെ തന്നെ പഠിക്കണമെന്നില്ല. ഇംപ്രവൈസ് ചെയ്യാം. ഇംപ്രവൈസ് ചെയ്തിട്ട് ആകെ കൊളാക്കരുത് കേട്ടോ. ഡെബിറ്റ് പോയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് പോയി ഡെബിറ്റ് ചെയ്തിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ, അതായത് വർക്കിനോട് ഞാൻ മുൻകൂട്ടി കൊടുത്തു. ദെർഫോർ ഇനി എന്താ, ഈ കാൽക്കുലേഷൻ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ഇവിടെ കറണ്ട് മന്തിൽ 24% ഓഫ് സെയിൽസ് എക്സെപ്റ്റ് ജൂൺ എന്നുള്ള എഴുതി വെക്കാം അല്ലേ. അതേപോലെ ഇവിടെ എന്ത് ചെയ്തേക്കാം, നമുക്ക് 52% ഓഫ് സെയിൽസ് എന്ന് എഴുതി വെക്കാം പ്രീവിയസ് മന്തിൻ്റെ. അത്രയേ ഉള്ളൂ. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വർക്കിനോട് റെഫറൻസ് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. സോ സിമ്പിൾ. നമുക്ക് വേറെ കോളം വരയ്ക്കണ്ട. സമയം ലാഭമായോ? യെസ്, ഗുഡ്. നെക്സ്റ്റ് എന്താ ഇതിനെന്ത് ചെയ്യുക, നമ്മൾ ഇനി വേറെ റെസിപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് മന്തിലെ റെസിപ്റ്റ് ടോട്ടൽ ചെയ്യാം. ഓക്കെ അല്ലേ? ടോട്ടൽ എമൗണ്ട് നമുക്ക് 13,44,014 കിട്ടും. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇനി പേയ്മെൻറ്റ്സിൻ്റെ കാര്യം ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യാം കേട്ടോ. 1 സെക്കൻഡ് അതൊന്ന് കാണിക്കട്ടെ. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെ കേസ് ഇതേപോലെ PV റേഷ്യോ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിൽസിലെ 40% PV റേഷ്യോ ആണെങ്കിൽ ബാക്കി 60% സെയിൽസ്. അതിൽ പ്രശ്നമുണ്ടോ? 60% വേരിയബിൾ കോസ്റ്റ്. സെയിൽസിലെ 60% വേരിയബിൾ കോസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും പറയും. നെക്സ്റ്റ് ആ വേരിയബിൾ കോസ്റ്റിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിൽസ്, ഈ വേരിയബിൾ കോസ്റ്റില്ലേ, ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ 60%. അപ്പോൾ 60% ഓഫ് 60%. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ജോയിൻറ്റ് റേഷ്യോ എത്ര കിട്ടും? 36. 60 × 60% അടിച്ച് നോക്കും. 36% അല്ലേ ജോയിൻറ്റ് റേഷ്യോ. 36% ഓഫ് സെയിൽസ് നേരിട്ട് കാണാം. എന്നാ കിട്ടുന്നത്? അതായത് പെയ്ഡ് ഇൻ 1 മന്ത് ലേഖ. അപ്പോൾ പ്രീവിയസ് മന്തിലെയാണ് ഈ മന്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 36% ഓഫ് എന്ത് ചെയ്യുക? സെയിൽസ് ഓഫ് പ്രീവിയസ് മന്താണ്. തൊട്ട് മുമ്പത്തെ മാസത്തിൻ്റെ 36% അടിച്ചു കൊടുത്താൽ നമുക്ക് ആൻസറായി. ഡയറക്റ്റ് മെറ്റീരിയൽ ആയില്ലേ? യെസ്. ഇതിൽ പ്രശ്നമുണ്ടോ? ഈ കമ്പൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ പേടിക്കേണ്ട. സെയിൽസ് എടുക്കുക, ഇൻറ്റു എത്ര ശതമാനം? 60% അടിക്കുക. വീണ്ടും എന്ത് ചെയ്യുക? 60% അടിക്കുക. അപ്പോൾ കിട്ടും സെയിം ആൻസർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെയും കാണിച്ചു തരണോ? ഹെൻസ് പ്രൂവ്ഡ് ചെയ്തില്ലേ? നമ്മൾ മനസ്സിലായില്ല, ഒരു സാധനം പുതിയത് പഠിച്ചത് ഇങ്ങനെ തലയിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ട. ക്യാൻ വി മൂവ് ഓൺ? യെസ്. ഡയറക്റ്റ് മെറ്റീരിയൽ കഴിഞ്ഞു. അടുത്ത ഏതാ? ഡയറക്റ്റ് ലേബർ. എന്താണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്? എത്ര? 18% ഓഫ് സെയിൽസ് വരെ. അങ്ങനെ ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ 30%. അപ്പോൾ 30% ഓഫ് 60% എത്ര? 18% ഓഫ് സെയിൽസ്. അത് എങ്ങനെ? 1 മന്ത് ലാഗിലാണ് വരുന്നത്. അപ്പോൾ പ്രീവിയസ് മന്തിൻ്റെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 1 മന്ത് ലാഗ് പെയ്ഡ് ഇൻ 7th ഓഫ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ കഴിഞ്ഞ മാസത്തിൻ്റെ അടുത്ത മാസമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഈസ് ദാറ്റ് ഓക്കെ മക്കളെ? യെസ്. ഓക്കെ, ഡയറക്റ്റ് ലേബർ കഴിഞ്ഞു. അടുത്തേതാ? വേരിയബിൾ ഓവർഹെഡ്. അങ്ങനെ ബാക്കി 10% ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് 60%-ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇത് എന്താണ്? നമ്മൾ പേയ്മെൻറ്റ് ഹാഫ് മന്ത് ഡിലേൻ്റെ ക്വസ്റ്റനൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻ ക്യാഷ് സെയിൽസിലൊക്കെ ചെയ്തതാണ്. ഹാഫ് മന്ത് വരുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് മന്തിൽ ഹാഫ് ഉണ്ടാവും, പ്രീവിയസ് മന്തിൽ ഹാഫ് ഉണ്ടാവും. ഇങ്ങനെ ഹാഫ് പെയ്ഡ് ഇൻ ദി സെയിം മന്ത്, ഹാഫ് പെയ്ഡ് ഇൻ നെക്സ്റ്റ് മന്ത് എന്നാണ് പറയാം. അപ്പോൾ ഒരു മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് മന്തിൽ ഇങ്ങോട്ട് വരും, കറണ്ട് മന്തിൽ ഉണ്ടാവും. രണ്ടും കൂടി കൂട്ടിയതായിരിക്കും കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏപ്രിൽ എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തെ നമ്മൾ എന്ത് ചെയ്യും? ഹാഫ് ആ മാസം കൊടുക്കും. മാർച്ച് മാസത്തെ ഹാഫ് മാർച്ചിൽ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി ഒരു ഹാഫ് എങ്ങോട്ട് കൊടുക്കും? അടുത്ത മാസത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ മാർച്ചിൽ ഒരു ഹാഫ് ഉണ്ടാവും. ഇത് രണ്ടുമാണ് നമ്മൾ ആഡ് ചെയ്യുക. രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുക എന്നുള്ളതാണ് വേരിയബിൾ ഓവർഹെഡ്. ഇത്രയല്ലേ ഉള്ളൂ. ഇനി എന്താ? ഇനി ഫാക്ടറിങ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് 4 lakh നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. പിന്നുള്ളത് ഫാക്ടറിങ് ആണ്. അത് 2%. ഫാക്ടറിങ്ങിൽ എത്രയാണ്? 2%. ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? ഇവിടെയുള്ള എമൗണ്ട് ഉള്ളത്. അപ്പോൾ പേയ്മെൻറ്റ്സ് ഉള്ളത്. ഒരു കാര്യം കൂടി ഫാക്ടറിങ് ഉണ്ട്. അത് ഏത് മാസം ഉണ്ടാവുക? ജൂണിൽ മാത്രം. അന്നത്തെ കളക്ഷൻ അവരെത്ര കളക്ട് ചെയ്തു അതിൻ്റെ 2%. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ നേരത്തെ പോയ പോയിന്റിലേക്ക് ഞാൻ എന്ത് ചെയ്യാം?
ബഡ്ജറ്റിനെ കാണിക്കാം. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അടുത്തത് ക്യാഷ് പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ്സ്, ടോട്ടൽ റെസിപ്റ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി പേയ്മെൻറ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. പേയ്മെൻറ്റ്സിൽ ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു ഒരു മന്ത് ഡിലേ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മാസത്തെ പേയ്മെൻറ്റ് കാണണമെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ എത്ര ശതമാനം? സെയിൽസിൻ്റെ 36%. അത് എത്രയാണ്? 4,87,566 ഉണ്ടാവും. ഇത് പ്രൂവ് ചെയ്യണം. എത്രയാണ് പ്രീവിയസ് മന്ത്? മാർച്ചിൽ 13,54,350 അതിൻ്റെ 36% ഈക്വൽ ടു 4,87,566. ഇനി ഇത് പറ്റൂല സാറേ, എനിക്ക് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ 13,54,350 ഇൻറ്റു 60% ഇസ് ഈക്വൽ ടു ഇൻറ്റു എന്ത് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 36% ഇസ് ഈക്വൽ ടു 36 മിസ്റ്റേക്ക് 36 എത്രയാണ്? ഇൻറ്റു 60%, വീണ്ടും 60%. ഓക്കെ അല്ലേ? എത്രയാണ്? 4,87,566. കറക്റ്റ് അല്ലേ? 60% ഓഫ് വേരിയബിൾ കോസ്റ്റ്. ആ രീതിയിൽ കാണാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഏതാ എളുപ്പം? 36 അല്ലേ? അങ്ങനെയാണ് ഞാൻ പറയാം. എൻ്റെ ഒപ്പീനിയൻ അതാണ്. നിങ്ങൾക്ക് മറ്റേ രീതിയിലെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്തോ. ഐ വിൽ നോട്ട് ഫോഴ്സ് യു ടു ഡു ദാറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടിൽ ഇത് കാണിച്ചുകൊണ്ട് പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് കണ്ട് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ്. ഇതേപോലെ എന്ത് ചെയ്യുക? ഇപ്പോൾ ഏതാ മാസം? നമ്മളിപ്പോൾ എഴുതിയത് ഏപ്രിൽ മാസം. ഇനി ജൂൺ എഴുതി കൂടെ, അടുത്ത മെയ് എഴുതി കൂടെ, മെയ്യും ജൂൺ എഴുതി കൂടെ. ഓക്കെ മെയ് ജൂൺ വരുന്നത് 3,02,524 2,70,666. എങ്ങനെ നമ്മൾ ആ ഓരോ മാസത്തെ സെയിൽസിന് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാണ്. 840, 345 എന്നുള്ളതാണ് വരുന്നത്. ഇതിൽ ഏപ്രിലിൻ്റെ 36% വരിക. അതായത് 3,02,524 എന്ന് പറയുന്നത് എല്ലേടാ? യെസ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 സെക്കൻഡ്. എത്രയാണ്? 7,51,850 എത്ര ശതമാനം? 36% ഇസ് ഈക്വൽ ടു 2,70,666. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് വെരിഫൈ ചെയ്തു. നമ്മൾ പ്രശ്നമുണ്ടോ? ഡയറക്റ്റ് മെറ്റീരിയൽ കഴിഞ്ഞു. അടുത്തത് ഏതാ സാറേ? ഡയറക്റ്റ് ലേബർ എത്ര? ഡയറക്റ്റ് ലേബർ ഇതേപോലെ നമ്മൾ കണ്ടത് 18%. അതും 1 മന്ത് ഡിലേ അല്ലേ? സെയിം രീതിയിൽ ഒരു മാസത്തെ മാത്രം ഞാൻ കാണിച്ചു തരാം. അത് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്തുകൂടെ? യെസ്. 13,54,350 ഇൻറ്റു 18% എത്ര കിട്ടും? 2,43,783. യെസ്, കറക്റ്റ് അല്ലേ? യെസ്. അതേപോലെ അടുത്ത മാസം ചെയ്യുക. സംഭവം ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ലേബർ കഴിഞ്ഞു. ഇനി ഏതാ? വേരിയബിൾ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വർക്കിങ്സ് വേറെ ആയിട്ട് കാണണം. അങ്ങനെ 2 മാസത്താണ് എമൗണ്ടാണ്. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചുകൊണ്ട് ഇവിടെ എഴുതണമെന്നില്ല. അവിടെ ഓൾറെഡി ഹാഫ് മന്ത് പെയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മളെ കാൽക്കുലേഷൻ ഞാൻ എന്ത് ചെയ്യാം? കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പ്രീവിയസ് മന്തിൽ ഹാഫ് ഇങ്ങോട്ട് വരും, കറണ്ട് മന്തിൽ ഹാഫും ഇവിടെ കൊടുക്കും. 2 കാര്യങ്ങളാണ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. എത്ര ശതമാനമാണ് പറഞ്ഞത്? 6% അതിൻ്റെ ഹാഫ് അത് എത്രയും 3% അല്ലേ? ഹാഫ് എടുക്കുമ്പോൾ അതല്ലേ പറ്റുക? യെസ്, 3% ഉണ്ടാവുക. അതായത് പ്രീവിയസ് മന്ത് എന്ന് പറയുമ്പോൾ മാർച്ചിലെ 13,54,350 6%-ൻ്റെ പകുതി വേണമെങ്കിൽ 6% കണ്ടിട്ട് അതിൻ്റെ പകുതി കാണാം. അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? 3% എടുത്താൽ പോരെ? യെസ്. അപ്പോൾ 3% എത്ര ഉണ്ടാവും? 40,630. ഓക്കെ അല്ലേ? 40,630 ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമാണോ? അല്ല, കറണ്ട് മാസം എത്രയാണ്? ഏപ്രിലിലെ 8,40,345 ഒരു എന്ത് ചെയ്യാം? 3% കൂടി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ വരും. ഓക്കെ അല്ലേ? ഇതേ പ്ലസ് ആ എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 65,840.85 841 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദർഫോർ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ 840 എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? പോയിന്റ് ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അത് പേടിക്കണ്ട കേട്ടോ. 1 രൂപ ഇനി തല്ലുണ്ടാക്കാൻ പറ്റില്ല. രണ്ടും വേറെ ആക്കി എഴുതിയപ്പോൾ ഒഴിവായി പോയതായിരിക്കും. ഈസ് ദാറ്റ് ഓക്കെ? യെസ് മക്കളെ, പറയടാ കിട്ടിയോ? സംഭവം മനസ്സിലായോ? എങ്ങനെയാണ്? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വർക്കിംഗ് നോട്ടായിട്ട് വേണമെങ്കിൽ അത് മനസ്സിലാവാത്ത ആളുകൾ ഇത് കുറേ വട്ടം നമ്മൾ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ കുറേ എംഫസിസ് ചെയ്യാത്തത്. ഇനി എന്ത് ചെയ്യുക? അത് ചെയ്യേണ്ട ആൾക്കാർക്ക് നോക്കിയാൽ മതി. എന്താണ് മറ്റേ കളക്ഷൻ്റെ കോളൊക്കെ വരച്ചിട്ട് ചെയ്യുമല്ലോ. എങ്ങനെ? നമുക്കിത് അറിയായിട്ടല്ല. എങ്ങനെയാണ്? ഏപ്രിൽ, മെയ്, ജൂൺ എന്നിട്ട് എന്ത് ചെയ്യുക? മാർച്ചിലെയും ഏപ്രിലിലെയും കളക്ഷൻ ഇവിടെയും വരും അല്ലേ? അതേപോലെ മെയിലെ കളക്ഷന് മെയിലും ജൂണിലും വരും. പിന്നെ ജൂണിലെ കളക്ഷന് ജൂണിലും പിന്നെ ജൂലൈയിലും വരും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് അത് ടോട്ടൽ ചെയ്താലും കിട്ടും. ഇങ്ങനെ ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാം സാർ, ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ അല്ലേ? ഇത് ഞാൻ ചെയ്യുന്നില്ല. എളുപ്പവഴി നമ്മൾ ട്രിക്ക് രീതിയിൽ അല്ലെങ്കിൽ എളുപ്പവഴിയിൽ നമ്മൾ ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത മാസത്തെ ചെയ്യുമ്പോൾ 47,7
47,766 അതായത് 66 വരും. ലാസ്റ്റ് 58,737 വരും. കഴിഞ്ഞോ? ഇല്ല. ഫിക്സഡ് ഓവർ ഹെഡ് എല്ലാ മാസം 4 ലാക്ക് കഴിഞ്ഞാൽ. യെസ്. അടുത്ത എന്താ? ലാസ്റ്റ് ഫാക്ടറിങ് കമ്മീഷൻ. എല്ലാ മാസവും ഫാക്ടറിങ് കമ്മീഷൻ ഉണ്ടോ? ഫസ്റ്റ് മാസം ഇല്ല, രണ്ടാമത്തെ മാസം ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ, തേർഡ് മന്തിൽ മാത്രം. അതെങ്ങനെയാണ് കാണേണ്ടത്? 9,64,824 ഞാൻ കാണിച്ചു തരാം. 9,64,824 ഇൻറ്റു എത്ര ശതമാനം? 2%. അതെന്താ? അതിൻ്റെ മുകളിൽ മൊത്തം സെയിൽസിൻ്റെ മുകളിൽ കൊടുത്തൂടെ? അവർ കളക്ട് ചെയ്തതിന് അവർക്ക് അവകാശമുള്ളൂ, അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ എത്രയാണ്? 19,296 വരും. ഓക്കെ. അപ്പോൾ അത് എഴുതിക്കോ. 19,296. ഓക്കെ. അപ്പോൾ അതെല്ലാം എഴുതി, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി എന്താ നമുക്ക് എന്ത് ക്ലോസ് ചെയ്യാം? ഏപ്രിൽ ക്ലോസ് ചെയ്തൂടെ? ഈ ടോട്ടൽ റെസിപ്റ്റിന് ടോട്ടൽ പേയ്മെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പേയ്മെൻറ്റ്സ് വരുന്നത് 11 lakh സംതിങ് ആണ് വരുന്നത്. ഓക്കെ. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. 1 സെക്കൻഡ്. ക്ലോസിംഗ് ബാലൻസ് വരും എത്രയാണ്? ഓക്കെ. A മൈനസ് ബി എന്നുള്ള രീതിയിൽ എയും ബിയും കൊടുത്തിട്ടുണ്ട്. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1,46,824. ഇത് ക്ലോസിംഗ് ബാലൻസ് അല്ലേ? അടുത്ത മാസം ഓപ്പണിംഗ് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ക്ലോസ് ചെയ്തൂടെ? യെസ്. അതിൻ്റെ ടോട്ടൽ റെസിപ്റ്റ് കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ടോട്ടൽ പേയ്മെൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ചെയ്ത് നോക്കുക. പേയ്മെൻറ്റ് കൊടുക്കും 9 lakh സംതിങ് വരും. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 13,065 വരും. എന്നിട്ട് നേരെ അത് അടുത്ത മാസം ഓപ്പണിംഗിൽ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മാസത്തെ റെസിപ്റ്റ് ടോട്ടൽ ചെയ്യുന്നു 16 ലക്ഷത്തി സംതിങ്. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ബാലൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി 7,26,055. ഈസ് ദാറ്റ് ഓക്കെ മക്കളെ? പറയടാ. സെറ്റല്ലേ? ഓക്കെ ആണോ? യെസ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഒരു 1.5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടൊക്കെ മുൻകൂട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ടൈമിൽ തീർക്കാൻ പറ്റും. അതായത് നമ്മുടെ ശരിക്കൊരു എക്സാമിൽ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ കുറച്ചധികം സമയം വേണം അല്ലേ? ശരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 1 മാർക്കിന് 1.8 എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനെ പറയുമ്പോൾ 1.8 വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തീരൂല അത്. അപ്പോൾ എന്താ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ തീരെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വേറൊരു അഡ്വൈസ് വരിക. അപ്പോൾ ആ അഡ്വൈസ് അക്സെപ്റ്റ് ചെയ്യാൻ നോ പ്രോബ്ലം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്നാൽ ചെയ്യാതിരിക്കുക, പോവുക, ബാക്കിയുള്ള ചെയ്ത് തന്നെ പാസ് ചെയ്യാൻ പറ്റും. ബട്ട് എന്താ കണ്ട ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും വന്നാലോ? അപ്പോൾ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോവുക. നമുക്ക് ആ ടൈം മാനേജ് ചെയ്തൂടെ? കുറച്ച് എക്സ്ട്രാ ടൈം എടുത്ത് 2 മിനിറ്റ് എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം 1 വേർഡിലൊക്കെ നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കണം. മറ്റു സ്റ്റാൻഡേർഡ് കോഴ്സിങ്ങൊക്കെ നമ്മൾ ഇത് ടെക്നിക്ക് ഉപയോഗിച്ചാൽ 14 മാർക്കിൻ്റെ ഒക്കെ 14 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് സമയം അവിടെ നിന്ന് സേവ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്മാർട്ട് സ്റ്റഡി. നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും എന്ത് ചെയ്യുക? അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഓടിക്കോ ചെയ്യേണ്ട. അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ പേടിച്ചു, അങ്ങനത്തെ പരിപാടിയില്ല. ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക? അതിന് തന്നെ കയറി ചെയ്യരുത് എന്ന് ഞാൻ നമ്മൾ പറയാറുള്ളൂ. എപ്പോഴും എന്ത് ചെയ്യുക? ചെറിയ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള എളുപ്പമുള്ള ടോപ്പിക്സുകളൊക്കെ തീർത്തിട്ട് നേരെ എന്ത് ചെയ്യുക? ഇതിലേക്ക് പോവുക. അതിലേക്ക് ഇനഫ് ടൈം കൊടുക്കുക. ഇനഫ് ടൈം കൊടുത്താൽ നിങ്ങൾക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെരി എന്ത് ചെയ്യുക? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പ്രത്യേകത അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര വലുതാക്കിയിട്ടില്ലെങ്കിൽ ഷോർട്ടാക്കി ചോദിക്കും. ഇതിലെ പോയിന്റ്സുകൾ റിപ്പീറ്റ് ആയി വരാൻ സാധ്യതയുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് അവരുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ തൊട്ട് മുമ്പത്തെ അറ്റംപ്റ്റ് ഡിസംബറിൽ ക്യാഷ് ബഡ്ജറ്റ് ചോദിച്ചിട്ടില്ല. ദുർഫറിൻ്റെ അടുത്ത അറ്റംപ്റ്റിൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ജൂണിൽ പഠിച്ചു വെക്കുന്നത് നമുക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളപ്പോൾ എന്ത് ചെയ്യുക? മുൻകൂട്ടി കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. നല്ല ഹാപ്പി സ്റ്റഡീസ്. നല്ല രീതിയിൽ വീട്ടിൽ പോയിട്ട് പഠിക്കുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അടുത്ത അറ്റംപ്റ്റിന് 100% എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? മോർ ദാൻ 80 and 70 എബോക്കെ നമ്മൾ എന്ത് ചെയ്യുക? സ്കോർ ചെയ്യുക. ബാക്കി ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മളോട് ചോദിക്കുക. നമ്മൾ ക്ലാസ് വാങ്ങിയ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? പേഴ്സണൽ മെൻറ്ററിങ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഏത് ഡൗട്ടും ഏത് ക്വസ്റ്റിനും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുക. ഏത് രീതിയിൽ നമ്മൾ ചെയ്തുതരും ഫോർ അവർ റെക്കോർഡ് ക്ലാസ് സ്റ്റുഡൻസ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. MA ഒരു പേടി സ്വപ്നമായിട്ട് കണ്ട MA നമ്മുടെ എക്സംഷൻ പേപ്പറായിട്ട് കാണാം നമുക്ക്. ഓക്കെ അല്ലേ? ആ രീതിയിൽ പഠിക്കാം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ബൈ.